നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരതത്തിലെ ഏറ്റവും വിശുദ്ധവും ഭക്തിപൂർണവുമായ ഒരു ഉത്സവത്തെക്കുറിച്ചാണ്. നവരാത്രി. 9 രാത്രികളും 10 ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം ദേവിയുടെ വിവിധ രൂപങ്ങളെ ആരാധിക്കുന്നതിൻ്റെയും ഭക്തിയുടെയും ആഘോഷമാണ്. നവരാത്രിയുടെ പ്രാധാന്യം നോക്കിയാലോ, നവ എന്നത് 9, രാത്രി എന്നത് രാത്രി. ദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നതിനാൽ ആണ് ഈ ഉത്സവത്തിന് നവരാത്രി എന്ന് പേരായത്. പുരാണങ്ങളിൽ പറയുന്നത് പോലെ മഹിഷാസുരനെ സംഹരിക്കുന്നതിന് ദുർഗാദേവി 9 ദിവസം യുദ്ധം നടത്തി. അവസാനം 10-ാം ദിവസം ആയ വിജയദശമി ദിനത്തിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയം ആഘോഷിച്ചു. അതുകൊണ്ടാണ് നവരാത്രി ദുഷ്ടതയ്ക്കുമേൽ സത്യത്തിൻ്റെ ജയം ഓർമ്മിപ്പിക്കുന്ന ഉത്സവമാകുന്നത്. ഇനി നവരാത്രിയുടെ ദിവസങ്ങളുടെയും ദേവീരൂപങ്ങളുടെയും പ്രത്യേകത നോക്കിയാലോ. ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയെ ആരാധിക്കുന്നു. അത് ശക്തിയുടെ പ്രതീകമാണ്. അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകം. അവസാന 3 ദിവസം സരസ്വതി ദേവിയുടെ പൂജ നടക്കുന്നു. ഇങ്ങനെ 9 ദിവസം പൂജിച്ചാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ശക്തിയും സമ്പത്തും ജ്ഞാനവും ഒരുമിച്ച് പ്രാപിക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ നവരാത്രിക്ക് ഒരു പ്രത്യേക മഹത്വമുണ്ട്. എഴുത്തിനിരുത്ത്, ആയുധപൂജ, വിദ്യാരംഭം എന്നിവയാണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ. എഴുത്തിനിരുത്ത്. കുട്ടികളെ പുസ്തകങ്ങളുടെയും എഴുത്തിൻ്റെയും മുമ്പിൽ ഇരുത്തി ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുന്ന പതിവാണ്. ആയുധപൂജ. ഉപജീവനോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, ആയുധങ്ങൾ എല്ലാം വൃത്തിയായി അലങ്കരിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ്. വിദ്യാരംഭം. വിജയദശമിക്ക് കുട്ടികൾക്ക് ആദ്യമായി അക്ഷരം എഴുതി കൊടുക്കുന്ന ചടങ്ങാണ്. കേരളത്തിലെ നവരാത്രി വിദ്യാഭ്യാസത്തിനും ജ്ഞാനത്തിനുമുള്ള പ്രാധാന്യം അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ഗുജറാത്തിൽ ഗർബയും ദണ്ഡിയും അതിശയകരമായൊരു നൃത്തോത്സവമായി നവരാത്രി മാറ്റുന്നു. ബംഗാളിൽ അത് ദുർഗാപൂജ എന്ന പേരിൽ മഹോത്സവമായി മാറുന്നു. വടക്കേ ഇന്ത്യയിൽ രാമലീലയും രാമായണ കഥാപ്രസംഗങ്ങളും നടക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളും തങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് നവരാത്രിയെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ദേവിയെ ആരാധിക്കുന്നത് ഒരേപോലെയാണ്. നവരാത്രി നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസവും സഹനവും ഉണ്ടെങ്കിൽ ഏത് ദുഷ്ടശക്തിയെയും ജയിക്കാമെന്നാണ്. ദേവിയെ ആരാധിക്കുന്നതിലൂടെ നാം നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും അന്ധകാരവും മാറ്റി പുതുവെളിച്ചത്തിലേക്ക് കടക്കുകയാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി ഇവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് ശക്തിയും സമ്പത്തും ജ്ഞാനവും നൽകട്ടെ. എല്ലാവർക്കും നവരാത്രിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ഉത്സവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും വിജയവും കൊണ്ടുവരട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. നന്ദി.